സ്ക്രീനിലെ തന്റെ മാസ്മരിക പ്രകടനത്തിന്റെ പേരിലാണ് രജനീകാന്ത് അറിയപ്പെടുന്നതെങ്കിൽ ഓഫ് സ്ക്രീനിൽ തന്റെ ലാളിത്യം കൊണ്ടും രജനീകാന്ത് നിരവധി ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ രജനീകാന്ത് പാലിക്കുന്ന മിതത്വത്തെക്കുറിച്ചും ലാളിത്യത്തെക്കുറിച്ചുമൊക്കെ പലപ്പോഴായി സിനിമകൾക്ക് അകത്തും പുറത്തും പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ താൻ കാരണം രജനീകാന്തിന് നിലത്തു കിടന്നുറങ്ങേണ്ടി വന്നതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ് നടൻ അരവിന്ദ് സ്വാമി. ദളപതി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു അങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അരവിന്ദ് സ്വാമിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ദളപതി. മണിരത്നം സംവിധാനം ചെയ്ത ചിത്രത്തിൽ രജനീകാന്തും മമ്മൂട്ടിയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. 1991 പുറത്തിറങ്ങിയ ചിത്രമാണ് ദളപതി. എന്നാൽ 2016 അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് അരവിന്ദ് സ്വാമി സംസാരിച്ചത്. അന്ന് താൻ സെറ്റിലെത്തിയത് ആവശ്യപ്പെട്ടതിലും കുറെ അധികം നേരത്തെയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നോട് കാത്തിരിക്കാൻ സംവിധായകൻ മണിരത്നം ആവശ്യപ്പെട്ടുവെന്നും അരവിന്ദ് സ്വാമി ഓർക്കുന്നു. ആ സമയത്ത് വെറുതെ ഇരിക്കാൻ മടി തോന്നിയ താൻ ചുറ്റും നടന്നൊന്ന് കാണാമെന്ന് തീരുമാനിച്ചുവെന്നും അങ്ങനെ നടക്കുന്നതിനിടെയാണ് നല്ല ബെഡൊക്കെയുള്ളൊരു മുറി കാണുന്നതെന്നും അല്പനേരം അവിടെ കിടക്കാമെന്ന് കരുതിയ താൻ ക്ഷീണം കാരണം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയെന്നുമാണ് അരവിന്ദ് സ്വാമി പറയുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞുണർന്നപ്പോൾ കാണുന്നത് താൻ കിടന്ന ബെഡിനരികിലായി നിലത്ത് കിടന്നുറങ്ങുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെയാണെന്നുമാണ് അരവിന്ദ് സ്വാമി ഓർക്കുന്നത്. താൻ കയറി കിടന്നത് അദ്ദേഹത്തിന്റെ മുറിയിലായിരുന്നുവെന്ന് അപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും അരവിന്ദ് സ്വാമി പറയുന്നു. ഉറങ്ങുകയായിരുന്ന തന്നെ ശല്യം ചെയ്യേണ്ട എന്ന് കരുതിയാണ് രജനീകാന്ത് നിലത്ത് കിടന്നുറങ്ങിയതെന്നും അരവിന്ദ് സ്വാമി വ്യക്തമാക്കുന്നുണ്ട്. താരത്തിന്റെ ആ വെളിപ്പെടുത്തൽ അന്ന് വലിയ ചർച്ചയായും മാറിയിരുന്നു. രജനീകാന്തും മമ്മൂട്ടിയും ആദ്യമായി ഒരുമിച്ച ചിത്രമായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത ദളപതി. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറുകയും ആരാധകരുടെ ഇടയിൽ കൾട്ട് സ്റ്റാറ്റസ് നേടുകയും ചെയ്തു. ശോഭന, അമരീഷ് പുരി, ശ്രീവിദ്യ, ഭാനുപ്രിയ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരുന്ന ചിത്രമായിരുന്നു ദളപതി. സന്തോഷ് ശിവനായിരുന്നു ദളപതിയുടെ ഛായാഗ്രാഹകൻ. സംഗീതമൊരുക്കിയത് ഇളയരാജയും. അതേസമയം സിനിമ കാണുന്നവർക്കും കാണാത്തവർക്കും ഒരുപോലെ പരിചിതനാണ് രജനീകാന്ത്. 50 വർഷത്തോളമുള്ള തന്റെ കരിയറിൽ രജനീകാന്ത് നേടിയ നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. സൂപ്പർ സ്റ്റാർ എന്നതിന് രജനീകാന്തിനോളം യോജിക്കുന്ന മറ്റൊരു താരം ഉണ്ടാകില്ല എന്നാണ് ആരാധകരുടെ അഭിപ്രായം. തെന്നിന്ത്യൻ സിനിമയുടെ തലൈവരായി തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രായത്തിലും രജനീകാന്ത്. സിനിമയിൽ വരാനുള്ള ഗ്ലാമർ അദ്ദേഹത്തിന് ഇല്ലെന്നായിരുന്നു പല സംവിധായകരും ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നത്. എന്നാൽ സ്വന്തം കഴിവ് മാത്രം കൈമുതലാക്കിയാണ് രജനീകാന്ത് ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ താരമായി മാറിയത്. സിനിമയിൽ എത്തുന്നതിന് മുൻപ് കൂലിയായും ബെസ്റ്റ് കണ്ടക്ടറായും ഒക്കെ രജനീകാന്ത് ജോലി ചെയ്തിട്ടുണ്ട്. തമിഴിൽ നിരവധി ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും സമ്മാനിക്കുന്നതിന് മുൻപും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് രജനീകാന്ത് തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. രജനീകാന്തിന് തന്റെ 9ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രജനി പല ജോലികളും ചെയ്തു. അപൂർവ രാഗങ്ങളിൽ സഹനടനായിട്ടാണ് രജനി അരങ്ങേറ്റം കുറിക്കുന്നത്. കെ ബാലചന്ദ്രായിരുന്നു സിനിമയുടെ സംവിധായകൻ. അതേസമയം രജനീകാന്തിനെ അവസാനമായി സ്ക്രീനിൽ കണ്ടത് മകൾ ഐശ്വര്യ രജനീകാന്ത് ഒരുക്കിയ ലാൽ സലാമിലാണ്. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമായിരുന്നു. ഇപ്പോൾ TJ ജ്ഞാനവേൽ ഒരുക്കുന്ന വേട്ടയനിലാണ് രജനീകാന്ത് അഭിനയിക്കുന്നത്. ഫഹദ് ഫാസിൽ, അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ, ഋതിക സിംഗ്, റാണ ദിഗുബട്ടി, ദുഷ്ര വിജയൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ലോകേഷ് കനകരാജിന്റെ മറ്റൊരു ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.